നിങ്ങൾ അങ്ങോട്ട് പോയിക്കില്ല ചേച്ചി? ആ ഭവിതയ്ക്ക് എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചൂടാനോ? കുഴപ്പമില്ല, നിങ്ങൾ വരി. ചെക്ക എന്ത് കോലത്? അല്ല എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്തൂടാനോ? ചെക്കണല്ലോ. എന്തല്ല പണി സൈറ്റില്ലേ? ഇവന് 100 പണിക്കാരുള്ളതാ. എല്ലാവർക്കും അവന്റെ കണ്ണെത്തണ്ടേ. അളിയനാ പോലീസിലാ. ഒരു കാര്യമൊന്നുമില്ല, ഇപ്പൊ സസ്പെൻഷനില്ല. എല്ലാരും ചായ അടിച്ചോട്ടാ. അത് അന്വേഷണ വിധമായിട്ട് ചെറിയൊരു ഇന്ന് ചെക്കന്റെ പിറന്നാളാണല്ലേ? അല്ല വയസ്സ് എത്രയായി? വയസ്സ് 31. മാമന്റെ കേക്ക് കുറിച്ചാലോ അച്ഛാ? അത് ശരിയാ, നമുക്കിതൊരു ബർത്ത്ഡേ പാർട്ടി ആക്കാം. അത് ശരിയാ. കക്കൂസ് ഇവിടെ ബാക്കിലാ. ഭവിത ആരെങ്കിലും ഉണ്ടോ കക്കൂസില്? അച്ഛൻ പോയിട്ടുണ്ട്. എന്നാ കണക്ക് തന്നെ. ഓ എന്തൊരു നാറ്റാടിയാ. ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്ക് കേക്ക് കിട്ടിയല്ലേ? മൃഗേഷേ, കേക്ക് കെട്ടിയടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് നശിപ്പിക്കും. ചെക്കന് 31 ഇതെന്താ 40? ഈ ബന്ധം ശരിയാവില്ല. പിന്നെ ഇതിനൊക്കെ സമയം പോക്കണ്ട. ചെക്കന് വയസ്സ് എത്രയെന്നാ പറഞ്ഞേ? ഞാളെ പെണ്ണിന് 19 വയസ്സേ ഉള്ളൂ. ഇനി ഞാളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ടാ. എടാ കുമാര, എനിക്ക് പെണ്ണെന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ കണ്ട എന്റെ കാലിന്റെ മുട്ടി ഞാൻ അടിച്ചോടിച്ചു കളയും. ഒരു മര്യാദ വേണ്ട. അയ്യോ അതല്ല, ഇത് ഓന്റെ അല്ല, ഓന്റെ അളിയന്റെ. അയ്യോ പോലെ വേം വാ. എന്താ ഈ സാധനം കിട്ടോ? അത് ബാക്ക് സൈഡ് വിട്ടോ വിട്ടോ. എന്ത് നാടാപ്പ ഇത്? ഓരോരുത്തരും ഇരിക്കാൻ സമ്മതിക്കൂല. അതോ സമാധാനത്തോടെ ഒന്ന് വഴിയിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നാട്. എന്തൊരു നാട്. അത് ശരി. എൻ്റെ കള്ളം വാങ്ങി കുടിച്ചിട്ട് വെറുതെ ചിരക്കാൻ നിൽക്കല്ലേ. ഞാൻ ഇന്ന് കുപ്പി വാങ്ങി എൻ്റെ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കാനാണ്. ഉണ്ണി എന്താണ് ഉദ്ദേശിച്ചത്? എൻ്റെ ഒരു ഗതികേട് എന്താ നിങ്ങൾ കാണാണ്ട് പോകുന്നത്? എൻ്റെ കൂടി പഠിച്ച കൊല്ലോൻ്റെ അടുത്ത് ശ്രീചാരൻ്റെ മോളെ വരെ ഞാൻ പെണ്ണ് കാണാൻ പോയിക്ക്. ഇമ്മാസം കണ്ട 7 എണ്ണം പൊളിഞ്ഞു പോയി. ഏത് നാനൂറ്റില്ല എനക്കുള്ള പെണ്ണുള്ള. ഇവൻ്റെ കല്യാണം മുഴങ്ങുന്ന ഇവൻ്റെ കുറ്റം കൊണ്ടല്ലെങ്കിലും ഞാളുള്ളത് പറയും. അതിൽ കമലാളിനും തെറ്റാറിനാന്നേ. ഇനി എൻ്റെ അഞ്ചത്തേക്കായിരിക്കും. പിന്നെ അല്ലാണ്ട് ഇത് തന്നെ ഇവിടുത്തെ പ്രശ്നമോ? ഈ നിലത്തുറക്കാത്ത കുപ്പിയാണ് നിങ്ങൾ. ബ്രാൻഡി, വിസ്കി, ബ്രഹ്മ ഇമാതിരി കൂടുതൽ സെറ്റപ്പിൽ ഒഴിവാക്കിയിട്ട് നല്ല സ്കോച്ച് വിസ്കി, സിംഗിൾ മാൾട്ട്. അപ്പൊ അറുമ്പത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കൂതറ സെറ്റപ്പ് അല്ലടാ. ആകെ കൂടുതൽ ആശ്വാസം ആ ജിഷേനെ കാണുമ്പോഴാണ്. അളിയ, ഓ തുച്ഛമായ ഒരു കള്ളിൻ്റെ പേരിൽ ഗൗരവതരമായൊരു ചർച്ച കുളവാക്കരുത്. ഓ കള്ള എത്ര വേണമെങ്കിലും വാങ്ങാം, നമുക്ക് കാര്യം നടക്കണം. സർക്കാർ ജോലി ഇല്ലാത്തവർക്ക് ഇവിടെ പെണ്ണ് കിട്ടുമെന്ന് നോക്കണമല്ലോ. ഇന്നോട്ട് ബ്രിഗേഷനെ കെട്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇറങ്ങിക്കളിയാം. നക്ഷത്ര പൊരുത്തമില്ലാതെ കല്യാണം മുടങ്ങുന്നവർക്കും 2-3 പൊരുത്തമില്ലാത്തവർക്കും പാവജാതകം, ചൊവ്വാദോഷം എന്നീ പാവപ്പെട്ട ജാതകം കൈവശമുള്ളവർക്കും വേണ്ടി വാടാ. വാക്കണം. ആന്നു എന്തല്ലേനു അളിയൻ്റെ വീട്ടിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണം ഇപ്പം തന്നെ നടന്നു. ബ്രിഗേഷേ, ഇനി ചോദിക്കുമ്പോഴത്തേന് എൻ്റെ കോന്തൽ കിട്ടെടുക്കുന്ന സാധനമല്ല ഇത്. കാണുന്നവർക്ക് ഇന്നെ പിടിക്കണ്ടേ? ഒരു കാര്യമില്ലാത്ത ബ്രാക്കൂട്ട ഊര് തണ്ടി വന്നാ എഴുന്നടാ. എന്തിനാ ഇത്ര ബോഡി ബിൽഡപ്പ്? സകലമാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വരുന്നത്. കൂടോത്തൊന്നും നടപടിയാവൂലേ മോനെ? എന്താളിയാ കൂടോത്രല്ല, കൊടക് ഹുടുക്കി. കൊട കുടുങ്ങിയ കൊടക് ഹുടുക്കി എന്ന് പറഞ്ഞാൽ കൊടകിലെ സുന്ദരിയായ പെൺകുട്ടി. കുടകിലെ അതിസുന്ദരികളായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള സുവർണാവസരം.
17, 18, 19 ഏറിപ്പോയ 20 വയസ്സ് പ്രായം. ഓടോ എടാ വെറുതെ പറയുന്നല്ല. ഞാൻ കാഞ്ഞങ്ങാട് ബ്രേഷ്യർ കൊടുക്കുന്ന ഷോപ്പിലെ 3 സെയിൽസ്മാൻമാരെ കല്യാണം കഴിഞ്ഞ് അത് ഇവനേക്കാൾ ക്ഷീണോ. ആ അതിലൊരുത്തൻ്റെ കല്യാണത്തിന് ഞാൻ ഇന്നലെ പോയിക്ക്. വയസ്സ് 41 വയസ്സ് വരന്, വധു വെറും 19. ആ ഞാള് വിചാരിച്ചാല് ഇന്നലെ കല്യാണം കഴിഞ്ഞവനെ വിളിച്ച ബ്രോക്കർ നമ്പറെല്ലാം കിട്ടും. വേണ വേണം. എന്താ പിന്നെ ഒപ്പിച്ചേ? എന്നാ സാധനക്ക് നടക്കട്ടെ, നടക്കട്ടെ. വികാഷേ, സ്വന്തം നാടിനും വീടിനും വേണ്ടാത്ത നിന്നെ ഇന്നു മുതൽ കൊടകിന് വേണം. നീ ഇന്നു മുതൽ കൊടക പ്രകേഷ്. വല്ലാണ്ട് വിടല്ലേ. വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഞാൻ ചോറിന് കൊടുക്കും. എടാ പ്രകാശേ, കൊടക് ചാലു വായിക്കേ. 1 ലക്ഷം റുപ്യ ഏജൻസി ചാർജ് കെട്ടണോ? എന്നാ ഓഫർ പറഞ്ഞു കൊടുക്കണോ? ഓഫറോ? ആ എടാ പെണ്ണിന് 1.5 ലക്ഷം റുപ്യ, അച്ഛന് 50,000, അമ്മക്ക് 30,000, പിന്നെ അനിയന് ജോലി ഉണ്ടെങ്കിൽ 30, ഇല്ല 20 കൊടുക്കേണ്ടി വരും. എനിക്ക് അവിടെ പോയി പാർക്കണമെങ്കിലേ ഒരു മുറിഞ്ഞ് എടുത്ത് കൊടുക്കണേ. ചിലപ്പോ കക്കൂസും കെട്ടി കൊടുക്കേണ്ടി വരും. എന്താക്കണം ഒക്കെ കൂടെ ഒരു 3-3.5 ലക്ഷം റുപ്യ ആവും. വേണോ? എനിക്ക് കിട്ടിയ ലാസ്റ്റ് ചാൻസ് ആയത് കേട്ടിക്കാ. സമ്മതാണെങ്കിൽ പറ, നമുക്ക് ഞായറാഴ്ച പോവാ. എന്താ പണിക്ക് ഡെയിലി പോകേണ്ടി വരാ. പോയാ ഓന് നന്ന്. ഇനി എന്താണ് ആലോചിച്ച് കൂട്ടുന്നേ? പറഞ്ഞൂടെ? സമ്മതം. ആ എന്നാ പിന്നെ പോവാ അല്ലേ? എല്ലാരും ഇവിടുന്ന് ഫ്രഷ് ആയിക്കോ. നമുക്ക് നാസ്ത കളിച്ച് 14 കിലോമീറ്റർ ഉള്ള പോണം. ഇനി പോണോ അവിടെ? ബരി ബരി ബണ്ണി ബാ ബണ്ണി ബണ്ണി. അവിടുന്ന് ഒരു മുരട വാങ്ങി. എന്താ മുരട മൊന്ത അവിടെ ഒരു മുരട കൊടുക്കേ. അണ്ണാ ഏ മുരടക്ക് എന്നാ വില? എന്നാ അളിയാ എന്നാ മൊന്ത എടുത്തേക്കടാ വാക്കടാ. വാടാ വിശാലായിട്ട് പറമ്പ് പോയിക്കാം നമുക്ക്. അല്ല ഇവിടെ ഇപ്പൊ കക്കൂസില്ല. എടാ പൊട്ട, എനിക്കിതൊന്നും അറിയില്ലേ ഇവിടുത്തെ രീതി ഇങ്ങനെയൊക്കെയാണ്. എടാ പറമ്പിലിരിക്കുന്നൊക്കെ രസല്ലേ? എന്ത് രസോ? ആരെങ്കിലും കണ്ട പെണ്ണിന്റെ വീട്ടില് കക്കൂസ് ഉണ്ടാവൂലേ? പെണ്ണിനതിന് ഇടുന്ന അങ്ങോട്ടല്ലേ കൊണ്ടുവന്ന്. എന്നാലും നമ്മൾ കണ്ടീഷനായിട്ട് പറയണം ആടെ പറമ്പിലൊന്നും നടക്കൂല എന്ന് കേട്ടുക. എടാ എന്നാലും ഇത്രയും പൈസയും കൊടുത്തിട്ട് റികേഷേ, എത്ര വലിയ കക്കൂസ് ഉണ്ടായിട്ടോ ഈ പറമ്പ് തൂറ് ശീലിച്ചോളിക്കില്ലേ? ഇതൊന്നും ശരിയാവൂല കേട്ടാ. വികാഷേ, ഞാനൊരു കാര്യം പറയാം. നിന്റെ ഓളും നീയും കൂടി പൈപ്പും ചോട്ടിലാറ്റും വൃത്തികേടാക്കിയിട്ടുണ്ടല്ല, എന്റെ സ്വഭാവം മാറും. ആടെ നല്ല സ്ഥലം, നമുക്ക് അങ്ങോട്ട് ഇരിക്കവാ. ഞാൻ ആദ്യം പോകും. ഇത് മല്ലപ്പ, അവർക്ക് ഒരു 3000 കൂടി. നമ്മ ഇപ്പൊ കാണാൻ പോണ പെണ്ണില്ല, അവൾ ഇവര്. എടാ പെണ്ണൊന്നിന് 3000 എൻ്റെ കയ്യിൽ പൈസ കുറയുണ്ടെന്ന് വെച്ചിട്ട് എടുത്ത് വീഴ്ച കേട്ടുക. തിമ്മപ്പ മല്ലപ്പൊക്കെ കൂടെ റികേഷേ, നീ നാട്ടിൽ പോയി എല്ലാവരും പറയാൻ നിൽക്കണ്ട. നാട്ടിൽ പോയി പറഞ്ഞാലില്ലേ, നാട്ടിലെ സകല കൊണ്ടാപ്പം പെണ്ണും തേടി ഇങ്ങ് പോരും. നാളെ എടുത്ത പെമ്പിള്ളർ പറയും എനിക്ക് ഗവൺമെന്റ് പണിക്കാരെ പാടാന്ന്. അതുകൊണ്ട് ഒന്നും ഉണ്ടാകും കേട്ടാ. എനിക്ക് കൊടകുന്ന ഒരു കല്യാണം കഴിക്കണം. എനിക്കോ? എനക്കതല്ല, ഈ 19-20 എന്ന് പറയുമ്പോൾ തീരെ പ്രായം കുറഞ്ഞു പോയില്ലേന്നാ. എൻ്റെ ഒരു വയസ്സ് വെച്ചിട്ട് കുറച്ചും കൂടി പ്രായം ഉണ്ടായിരുന്നേ നല്ലതിനും. എനിക്കിപ്പോൾ വയസ്സ് 10-30. മതി, ഇനി നിർത്തിക്കളാ. എനിക്ക് 40 ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ല ഇവനിനി ഇപ്പൊ ഇവിടുന്ന് പെണ്ണ് കിട്ടിയാൽ തന്നെ പാശം നിരണ്ടവന്റെ കാര്യം എന്താവും? അല്ല അത് ബേജാറാണ്ടാളിയാ. കുറച്ച് കാലം ഞാൻ അവരുടെ കൂടെ ഉണ്ടാവുമല്ലോ. ഇത് ഓനും മോളും കിടക്കുന്നിടത്ത് ഈ പോവുക ഭാഷ പഠിപ്പിക്കാൻ. അല്ല നീ അടി വാങ്ങും. അതിന് ഭാഷ ഒരു പ്രശ്നമല്ലല്ലോ.